നിന്നെ ആവശ്യമുണ്ട്. നിന്നെ കുടുംബത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്, ഈ ലോകത്തിന് ആവശ്യമുണ്ട്. ഇതാണ് ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സെൻറ്റൻസ് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോ ജനിച്ചത് ഈ സന്ദേശമായിട്ടാണ്. ഈശോ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഇത് മാത്രമാണ്: എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നില്ലേ, കഴുതക്കുട്ടിയെ നോക്കിയിട്ട് ശിഷ്യന്മാരോട് പറയാണ്, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോ ജനിക്കണത് കാലിത്തൊഴുത്തിലാണ്, വലിയ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല. എല്ലാവരും അവഗണിച്ചിരിക്കുന്ന, വലിയ ശ്രദ്ധ കൊടുക്കാത്ത, വില കൊടുക്കാത്ത ഒരു സ്ഥലത്താണ് ഈശോ ജനിച്ചത്. ഇന്ന് ഒരു നാനോ ക്രിബ് തൊട്ട് ഒരു ജംബോ ക്രിബ് വരെ ഉണ്ടാക്കിയാലും ഈ കാലിത്തൊഴുത്തില്ലാതെ ഒരു പുൽക്കൂടില്ല. അന്ന് ഈശോയുടെ ജനനത്തിൻ്റെ സന്ദേശം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ആട്ടിടയർക്കാണ്. ഒരു അഡ്രസ്സില്ലാത്ത ആൾക്കാരാണ് ഈ ആട്ടിടയർ. നൊമാഡ്സാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ യഹൂദ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ചിരുന്നവരാണ് ഈ ആട്ടിടയർ. അവർക്കാണ് ആദ്യമായിട്ട് ദിവ്യരക്ഷകൻ്റെ സന്ദേശം കിട്ടുന്നത്. ജനിച്ചപ്പോൾ തൊട്ട് ഈശോ പറയാണ്, അന്ന് ആ സമൂഹത്തിൽ വില നൽകാതെ, വില കിട്ടാതിരുന്നവർക്ക് ഈശോ പറയാണ്, നിനക്ക് വിലയുണ്ട്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അന്ന് ആർക്കും വേണ്ടാതിരുന്ന കാലിത്തൊഴുത്ത് ഇന്ന് പുണ്യസ്ഥലമാണ്. ക്രിസ്മസ് ഇത് തന്നെയല്ലേ നമ്മോട് വീണ്ടും വീണ്ടും പറയണത്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, തൻ്റെ മകനോ മകളോ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിച്ച്, എല്ലാവരും സ്വന്തമാകാനായിട്ട് ദൈവം ആഗ്രഹിച്ച്, അതിനായിട്ടാണല്ലോ ദിവ്യപുത്രനായ ഈശോ മിശിഹായെ ഇങ്ങ് ലോകത്തിലോട്ട് അയച്ചത്. അതെ, അവന് ആവശ്യമുണ്ട്, നമ്മൾ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ഒരിക്കൽ ഒരു പുൽക്കൂട് മത്സരം നടക്കുന്ന സമയത്ത് അച്ഛനും മാർക്കിടുന്ന ജഡ്ജസൊക്കെ കൂടി ഒരു ഫ്ലാറ്റിലോട്ട് പോവാണ്. അവരൊത്തിരി പ്രതീക്ഷയോടെയാണ് പോകണത് കേട്ടോ. കാരണം ആ ഫ്ലാറ്റിൽ ആർക്കിടെക്ചർ പഠിക്കുന്ന, അതിൻ്റെ കോഴ്സ് പഠിക്കുന്ന മകനുണ്ട്. അവൻ വെക്കേഷന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പാണ് ഏറ്റവും ബെസ്റ്റ് പുൽക്കൂട് അവരുടെ വീട്ടിലായിരിക്കും. ഒത്തിരി പ്രതീക്ഷയോട് കൂടി അവർ ആ ഫ്ലാറ്റിൽ കയറി. അവർ ഞെട്ടിപ്പോയി. കാരണം ഏറ്റവും മനോഹരമായ പുൽക്കൂട് കണ്ടിട്ടൊന്നുമല്ല ഞെട്ടിയത്. അവർ കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു പുൽക്കൂടായിരുന്നു അവരെന്ന് അവിടെ കണ്ടത്. അപ്പോൾ അവർ നിരാശയോടുകൂടി ഈ കൊച്ചു പയ്യനോട് പറയുന്നുണ്ട്, എടാ നീ ആർക്കിടെക്ചറൊക്കെ പഠിക്കുന്നതല്ലേ, ഞങ്ങളന്ന് പുൽക്കൂട് മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് പുൽക്കൂടുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നീ തെറ്റിച്ച് കളഞ്ഞല്ല. അപ്പോൾ തെല്ലും പതറാതെ അവൻ ഈ വന്ന അച്ഛനോടും ജഡ്ജസിനോടും പറയാണ്, നിങ്ങൾക്കറിയാല എൻ്റെ പെങ്ങൾ ഇൻ്റലക്ച്വലി ഡിസേബിലിറ്റി ഉള്ള ആളാണ്, അവൾക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂലെന്നേ. അന്ന് പുൽക്കൂടിൻ്റെ മത്സരം അനൗൺസ് ചെയ്ത ആ ദിവസം തൊട്ട് അവൾ വളരെ എക്സൈറ്റഡാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അവൾക്ക് കഴിയുന്ന, അവളാൽ കഴിയുന്ന രീതിയിൽ അവൾ ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഡെക്കറേഷൻ ഐറ്റംസൊക്കെ അവൾ ഒരുക്കുന്നുണ്ട്. ശരിയാണ്, ഒരു അലങ്കോലപ്പെട്ടൊരു പുൽക്കൂടാണിത്. ഇത് വേണമെങ്കിൽ പൊളിച്ച് കളഞ്ഞിട്ട് എനിക്ക് മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് പണിയാം, ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കാം. പക്ഷേ ഞാൻ അവളുടെ ഹൃദയത്തെ ചിലപ്പോൾ തകർത്ത് കളഞ്ഞെന്ന് വരും. ഫസ്റ്റ് പ്രൈസിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ, അവളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അതെ, മറ്റുള്ളവരുടെ മുമ്പിൽ അത് മോശപ്പെട്ടൊരു പുൽക്കൂടായിരിക്കാം, മറ്റുള്ളവർക്ക് ആ കൊച്ച് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു കുട്ടിയായിരിക്കാം. പക്ഷേ അവനെ സംബന്ധിച്ച് അവൻ്റെ പെങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരാളാണ്. ഇത് തന്നെയാണ് ക്രിസ്മസ്. ഒന്നുമല്ലാത്തവനെ എന്തൊക്കെയോ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ വന്നു പറഞ്ഞതിൻ്റെ സുദിനം. അതാണ് ക്രിസ്മസ്. സുവിശേഷത്തിൽ മുഴുവനും കാണുന്നത് ഇത് തന്നെയല്ലേ. സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, കള്ളൻ, ചുങ്കക്കാരനായ മത്തായി, ഇവരാരും ആ സമൂഹത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള മനുഷ്യരൊന്നുമല്ല.
ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരൊക്കെയാണ്. അവരെയൊക്കെ എടുത്തു പിടിച്ചുകൊണ്ട്, അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത് എനിക്ക് ആവശ്യമുണ്ടെന്നാണ്. ക്രിസ്മസ് ഇന്ന് നമ്മോടും പറയണത് ഇത് തന്നെയാണ്. നീ ഒറ്റയ്ക്കല്ല, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ.